നിർഭാഷയം എന്ന് പറയപ്പെടുന്ന ഇരുണ്ട അറയുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരേ ഒരു ശരീരത്തിൽ നിന്നാണ്. ഒരു ശരീരത്തിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടോ എന്നിട്ട് ആ ശരീരത്തിൽ നിന്നും ആ ശരീരത്തിന് വേണ്ടുന്ന ഇണയെയും ആ ശരീരത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഒരു പുരുഷനെ അഥവാ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം أي خلقكم مع اختلاف أجناسكم وأصنافكم وألسنتكم وألوانكم من نفس واحدة. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആകെ മനുഷ്യരെയും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട്, വ്യത്യസ്ത വർണ്ണങ്ങളുള്ളവരുണ്ട്, വ്യത്യസ്ത വേഷങ്ങൾ ധരിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായിരിക്കുന്ന നിറങ്ങളും വർണ്ണങ്ങളും ഭാഷകളും ഒക്കെ ഉള്ള ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുസൽമാൻ ഉണ്ടാകും, ഹൈന്ദവനുണ്ടാകും, ക്രിസ്ത്യാനി ഉണ്ടാകും, ജൈനനുണ്ടാകും, അതുപോലെ തന്നെ മതമുള്ളവരും മതമില്ലാത്തവനും യുക്തിവാദിയും എന്ന് വേണ്ട നിരീശ്വരവാദി തുടങ്ങി ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആഭാരവൃദ്ധം മനുഷ്യരെയും എടുത്ത് പരിശോധിക്കുമ്പോ ഈ മനുഷ്യരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ നഫ്സിൻ വാഹിദ, ഒരേ ഒരു ശരീരത്തിൽ നിന്നാണ്. എന്നിട്ട് നിങ്ങളെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഗോത്രങ്ങളാക്കി, വ്യത്യസ്തങ്ങളായിരിക്കുന്ന കുടുംബക്കാരാക്കി, വ്യത്യസ്ത ജാതിക്കാരാക്കി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? ലിതഅറഫൂ, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. ഇപ്പൊ എന്നെ അറിയണമെങ്കിൽ എനിക്കൊരു അഡ്രസ് ഉണ്ടാകണമല്ലോ. ഇന്ന വീട്ടിൽ ഇന്ന ആളിന്റെ മകൻ എന്ന് പറയുമ്പോഴേ എന്നെ കുറിച്ച് അറിയത്തോളൂ. അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും അറിയണമെങ്കിൽ ഇന്ന വീട്ടിലെ ഇന്ന ആളിന്റെ മകൻ, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആള് എന്ന് പറയുവാൻ വേണ്ടി എന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഒരേ ഒരു ശരീരത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ ശരീരത്തിന് വേണ്ടുന്ന ഇണയെ ആ ശരീരത്തിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. ഫുമ്മ ജഅല മിൻഹാ സൗജഹ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാതിൻ സലാസ്. പ്രിയമുള്ളവരെ, ഇതിന്റെ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പടച്ച തമ്പുരാൻ അവന്റെ ഖുദ്റത്ത് എത്രത്തോളം വലുതാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് പടച്ചവനിൽ നിന്നും തെന്നി മാറാൻ കഴിയുക? അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 5 നേരം നിസ്കരിക്കുവാൻ നിർബന്ധമാക്കപ്പെട്ടിരിക്കുമ്പോൾ ഈ തരത്തിലുള്ള ആയാത്തുകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൽ നമുക്ക് മാറിപ്പോകാൻ കഴിയുക? പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മാന്റെ പള്ളയുടെ ഉള്ളിൽ അവിടെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങനെ? ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ, ഓരോ ഘട്ടങ്ങളായിട്ട്, ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിപ്പ്, അതിനുശേഷം വേറൊരു സൃഷ്ടിപ്പ്, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചു. എവിടെയാണ്? നിങ്ങളുടെ ഉമ്മാന്റെ വയറ്റിന്റെ ഉള്ളിൽ. അതും ഫീ ളുലുമാതിൻ സലാസ്, 3 ഇരുളുകളുടെ ഉള്ളിൽ. ആലമുൽ അർവാഹിൽ നിന്നും നമ്മൾ ഓരോരുത്തരും കടന്നു പോവുകയാണ് ആലമുൽ അർഹാമിലേക്ക്, ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫീ ളുലുമാതിൻ സലാസ്, 3 ഇരുളറകൾ. 3 ഇരുളറകൾ. ഇതെന്നാ ഓതുന്നതറിയുമോ? 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുകയാണ്, ശാസ്ത്രം പിച്ച വെച്ചിട്ടില്ലാത്ത കാലം. ലോകം ഇന്നൊരു വിരൽ തുമ്പിലാണ്. നമുക്കറിയാൻ വയ്യാത്ത ഏത് കാര്യങ്ങളും നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ മാസം തോറും 300 ശിഷ്ടം രൂപയ്ക്ക് നമ്മൾ ഇന്റർനെറ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ നെറ്റ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ലോകത്തുള്ള സകല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ. ഇത് 6-ാം നൂറ്റാണ്ടിലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുന്നത്. ശാസ്ത്രം പിച്ച വെച്ചിട്ടില്ല. ശാസ്ത്രത്തിന്റെ ABCD പോലും അറിയാത്ത കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്, ഫീ ളുലുമാതിൻ സലാസ്, 3 ഇരുളറകൾ. ഏതാണ് ആ 3 ഇരുളറകൾ?
ഏതാണ് 3 ഇരുളറകൾ? ഏതൊക്കെയാണ്? ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ചായി പറയുന്നേ. ഉമ്മാന്റെ ഗർഭാശയത്തെ കുറിച്ചാണ് പറയുന്നത്. ഗർഭാശയം എന്ന് പറയുമ്പോൾ 3 പാളികളാണ് അതിനുള്ളത്, 3 അറകളാണ് അതിനുള്ളത്. ഒന്നാമത്തെ അറ എന്ന് പറയുന്നത് പെരിമെട്രിയം. പെരിമെട്രിയം എന്നാണ് ഒന്നാമത്തെ അറ എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഏറ്റവും പുറമെയുള്ള നേർത്ത ഒരു സംരക്ഷണ പാളിയാണ് ഈ പെരിമെട്രിയം എന്ന് പറയുന്നത്. അഥവാ എപ്പിത്തീലിയൻ കോശങ്ങളുടെ ഒരു നേർത്ത പാളി കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഗർഭപാത്രത്തിന് പുറമേ ഉള്ള ക്ഷതങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സുരക്ഷിതമായ നിലയിൽ ആ മുകളിലത്തെ പാളി നിർമ്മിച്ചിരിക്കുകയാണ് എപ്പിത്തീലിയൻ കോശങ്ങൾ കൊണ്ട്. പുറമേയുള്ള ഏതെങ്കിലും നമ്മുടെ ഉമ്മാന്റെ പള്ളയിൽ തന്നെ അതിനു പുറമെ ആ ഗർഭാശയത്തിന് പുറമേ ഏതെങ്കിലും കാര്യങ്ങൾ, ക്ഷതങ്ങളോ മറ്റെന്തെങ്കിലും വരികയാണെങ്കിൽ ഈ ഒന്നാമത്തെ പാളി അതിനെ തടഞ്ഞു നിർത്തുകയാണ്. അതാണ് പെരിമെട്രിയം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഫീ ദുലുമാത്തിൻ സലാസ്, 3 ഇരുളറകൾ. ഒന്നാമത്തെ ഇരുളറ അതാണ്. രണ്ടാമത്തെ ഇരുളറ എന്ന് പറയുന്നത് മയോമെട്രിയം അഥവാ രണ്ടാമത്തെ അറയാണ്. അത് ശക്തമായ പേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന. ഒന്നാമത്തേത് വളരെ നേരത്തെ ഒരു സംരക്ഷണ പാളിയാണെങ്കിൽ രണ്ടാമത്തെ അറ എന്ന് പറയുന്നത് ശക്തമായ പേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മധ്യപാളിയാണ്. പ്രസവ സമയത്ത് കുഞ്ഞിനെ പുറത്തേക്ക് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ രണ്ടാമത്തെ പാളിയാണ്. രണ്ടാമത്തെ ഈ പാളിയാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എൻഡോമെട്രിയം എന്ന് പറയും. ഏറ്റവും ഉള്ളിലുള്ള രക്തക്കുഴലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാളിയാണ്. രക്തക്കുഴലുകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മൂന്നാമത്തെ പാളിയാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് ഗർഭധാരണം നടക്കാത്ത സമയങ്ങളിൽ, ആർത്തവത്തിന്റെ സമയത്ത് ഈ പാളി അടർന്ന് അതിനോടൊപ്പം പോകാറുണ്ട്. രക്തം പോകുന്നതിന്റെ കൂടെ അത് പോകാറുണ്ട്. ഇത് പോകാത്ത സമയത്താണ് ഗർഭധാരണമൊക്കെ നടക്കുന്നത്. ശാസ്ത്രമൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നവരാണ്. 6-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ നിന്നുകൊണ്ട് എഴുത്തും വായനയും അറിയാത്തൊരു പ്രവാചകൻ, ലോകത്തിന്റെ നായകനായിട്ട് കടന്നു വന്ന പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഓതി കൊടുക്കുകയാണ്. ഖുലുഖുകും ഫീ ബുതൂനി أمهاتكم خلقا من بعد خلق في ظلمات ثلاث